നേരമ്പളത്തെ ദർശനത്ത വൈകുന്നേരമായ വാബികൾക്ക് മറുപടി അറിയാൻ പോവുക. ആരാ എതിരാളി? എടവണ്ണ അലവി മൗലവി പോലെ കിതാബ് തിരിയുന്ന വലിയ വലിയ ആളുകൾ. അവർക്ക് മറുപടി പറയാനാ പോണത്. അസംമൂലിയർ പോകേണ്ടടത്തേക്ക് 3-4 സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് അസംമൂലിയർ പോവും, ഒരു സ്ഥലത്തേക്ക് ആര് പോവും? നാട്ടിക പോവും, ഒരു സ്ഥലത്തേക്ക് നമ്മളെ ഇവിടെ മരിച്ചൊരു ആളുണ്ട്, നമ്മളെ നല്ല തമാശ പറയുന്ന ഒരു നമ്മളെ കല്ലൂർ ഉസ്താദ്, അല്ലാഹു അവരെ ദർജയേറ്റി കൊടുക്കട്ടെ, അല്ല മനോഹരമായി പ്രസംഗിക്കും. ഒരു ഭാഗത്തേക്ക് വാണിയമ്പലം പോകും, വൈകുന്നേരം പോകുക, ബസ് കയറി പോവുക. എവിടെയും ചാർവണം നടത്തി. അതുകൊണ്ട് നേരമ്പളത്തെ ആഴത്തേക്ക് ഇറങ്ങി കിതാബ് പഠിക്കും. കാരണം എതിരാളി അത്രയും വലിയ തിരുവാടുള്ളവനാണ്. പിന്നെ ഓരും തന്നെ ഗണന പ്രസംഗം നിർത്തി. അപ്പൊ പിന്നെ ഞമ്മക്കത് ആവശ്യമില്ലാതെയായി. പുറകോട്ട് 80 അവരെന്ത് ചെയ്തു? 82 കൊട്ടപ്പുറം സംവാദം. കൊട്ടപ്പുറം സംവാദം എന്ന് പറഞ്ഞാൽ മാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ് സംവാദം നടത്തുന്നത്. മുന്നിൽ ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാരാണെങ്കിലും തത്തയെ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചാണ്. 81 അസംമൂലിയൻ മരിച്ചു. അസംമൂലിയൻ മരിച്ചപ്പോൾ അവർക്ക് ധൈര്യം വന്നു പൊളിക്കാൻ. അസംമൂലിയർ കൂടെ അല്ലാത്ത ഒരു വാദപ്രതിവാദത്തിൽ ആരുണ്ടായിട്ടില്ല അതുവരെ. ഒറ്റക്കൊരു വാദപ്രതിവാദം അതുവരെ ആരും നടത്തിയിട്ടില്ല. എ.പി. സാർ നടത്തിയിട്ടില്ല. ഞാൻ ഇത് സത്യം പറയുന്നില്ല, നമ്മളൊന്നാണല്ലോ അന്ന്. പിന്നല്ലേ ഇപ്പം ഇതൊക്കെ വിഭാഗീയത ഉണ്ടായത്. 82 എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദ കാലത്ത് നമ്മൾ 2 കൂട്ടരും ഒന്നാണ്. മനസ്സിലായോ പറഞ്ഞത്? അവിടെ കൊട്ടപ്പുറത്തിൽ ഗണ്ഡന മണ്ഡനം ആഴ്ചകളോളം നടന്നു. അവസാനം അവർ വെല്ലുവിളിച്ചു. അപ്പം നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തു. അവർ ഷെയ്ഖുനാന്റെ അടുത്ത് പോയി. അപ്പൊ ഷെയ്ഖുന പറഞ്ഞ എ.പി. വിളിച്ചാൽ നിറവും. ഷെയ്ഖുന നിർദ്ദേശിച്ച പ്രകാരമാണ് ആരെ വിളിക്കണത്? എ.പി. വിളിക്കണത്. എന്നെല്ലാം ഒന്നാണ്. അതിലാവട്ടെ അങ്ങോട്ട് കുടുങ്ങി. തോറ്റു എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ വഹാബികൾ കൊട്ടപ്പുറത്ത് തോറ്റ പോലെ തോറ്റൊരു സംഭവം ഉണ്ടാവില്ല. എന്താ സംഭവം? 3 ദിവസം ചോദിച്ചിട്ടും എന്നതിന് മറുപടി ഇറങ്ങില്ല. ഇത് തന്നെ ചോദിക്കണമെന്ന് ഷെയ്ഖുന പറഞ്ഞതുമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായോ പറഞ്ഞ്? അവിടെ ഞാൻ എ.പി.നെ ചെറുതാക്കല്ല. വലിയ ഉസ്താദ് അന്നും അവരെന്നെയാണ്, ഷെയ്ഖുന തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? 3 ദിവസം ചോദിച്ചിട്ട് അതിൽ ഒരു ദിവസം വിഷയം അവതരിപ്പിച്ചു മുസ്ലിയാർ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ ഫൈസി ഇങ്ങനെ 2-3 ഞാൻ ആ വാദപ്രതിയിൽ പങ്കെടുത്തോനാ. അന്ന് ഞാൻ നാട്ടിൽ ദർസിലോടുക 82 അസമൂലിയറിൻ്റെ വീട്ടിൽ വന്നു 81. എന്നിട്ട് പറഞ്ഞു, SLC കഴിഞ്ഞാൽ ഉടനെ കാസർഗോഡ് പോവാ, എന്നെ ഞാൻ വഹാബികളെ എങ്ങനെ എതിരിടാന്ന് പഠിപ്പിച്ചുതരാം, ഇതിലടക്കണ്ട, അങ്ങോട്ട് പോര്. ഞാൻ വരാറും. പക്ഷേ ഞാൻ പോകാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേന് അസമൂലിയൻ മരിച്ചു. അസമൂലിയൻ്റെ വാപ്പാൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ചേകനൂർ വന്നപ്പോഴൊക്കെ വാപ്പ പോയി കുളിച്ചുകൊണ്ടതാ. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് മുന്നിലൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ അവിടെ പോയി കിണറ. അതിൽ നിറയെ മുഷു ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതിനെ പിടിക്കും, അതിൽ നീന്തും. ഞാൻ സ്കൂളിട്ട് വരുമ്പോൾ ബാപ്പി അസമൂലിയർ എത്രയോ കണ്ടതാ. എൻ്റെ വൈകുന്നേരം പൂള ഉണ്ടാവും. പൂള പറിച്ച് പുഴുങ്ങിയിട്ട് ഈ കറി വെക്കും. എന്നിട്ട് അത് കഴിച്ചിട്ടാണ് രണ്ടാളും നടന്ന് വഴങ്ങി നോക്കുക. അവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു വഹാബിക്ക് മറുപടി അറിയണ്ടാവും. ബാപ്പ കൊണ്ടുവന്നിട്ട് ബാപ്പ ഭക്ഷണം കൊടുത്ത് കൊണ്ടയാക്കി പരിയെ കൊണ്ട് തിരിച്ച് കിടത്തി ഉറക്കേറ്റി പിറ്റേന്ന് രാവിലെ ഇടക്കര കൊണ്ടുപോയി ബസ് കയറ്റി വിടും. ഇതാണ് ബാപ്പാൻ്റെ പതിവ്. മനസ്സിലാണ് പറഞ്ഞത്. അപ്പോൾ എന്നോടത് പറഞ്ഞു അസമൂലിയർ. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അസമൂലിയർ മരിച്ചു. പിന്നെ ഞാൻ പള്ളിശ്ശേരി ഊത 82 നാട്ടു ദർസ മൂത്തടുത്ത് അക്കാലത്താണ് ടൗണ്. ആ 82 കൊട്ടപ്പുറം സംവാദം ഞാൻ പങ്കെടുത്തോനാ. അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്കൊരു യാസീൻ ഓതി ദ്വാരന്നാണ്ട പിരിഞ്ഞ്. അല്ലെങ്കിൽ ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന് നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളാരും പേടിയില്ല.
ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യം സത്യമാണല്ലോ. ഇപ്പം നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രിയാകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. പുതിയ പെണ്ണെട്ടിയ ആളുകൾക്ക് സുബയാകണ ഇഷ്ടം ഉണ്ടാവില്ല. സുബയായി എന്നുള്ള സത്യല്ലേ. സലാത്ത് ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചങ്ങായി പറഞ്ഞു. അപ്പോഴാണ് പുതിയ അപ്പളയും പുതിയ ഒന്നും പറഞ്ഞു. ഞങ്ങളിന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ മല്ലാത്ത ഞങ്ങളവിടെ അസ്സലാത്ത് ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മാനായ ശൈഖുനാ ശംസുൽ ഉലമയെയും എ.പി. അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് ഫിത്ന ഉണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്. അതൊരു വസ്തുത പറയാണ്. ഇതൊന്നും ആരെയും കുറ്റല്ല, നേര് പറയാ. തകർന്നു. സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങി. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളെ ജീവചരിത്രം പാണക്കാട്ട് തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത്? ഇത്ര അധോഗതി 980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ പറയും, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് വീണ്ടും തുടരും. കാലത്തുണ്ടായിരുന്നു ബൊമ്മനും മോളിയല്ല, എന്താ പറയുക, പിന്നെ നോവലുകൾ. അത് നോവല് കുറച്ചെണ്ണം എഴുതിയാണ്ട് പറയാം തുടരുന്ന. ഞാൻ പിന്നെ തുടരും. കൂടുതൽ പറയണ്ട. ഇതൊന്നുമല്ല വിഷയം. ഇതിൻ്റെയൊക്കെ അപ്പുറമുണ്ട്. നമ്മളെ രണ്ടൂട്ടരും തെറ്റിച്ചു. ആരാ തെറ്റിച്ചത്? രാഷ്ട്രീയക്കാരെന്നാൽ വഹാബികൾ. അവരെ നന്നാക്കിയെടുക്കാൻ കഴിയൂല. കഴിയേയില്ല, ഒരിക്കലും കഴിയില്ല. ആ ദുരന്തം നമ്മൾ അനുഭവിക്കുക. ഇതൊന്നുമല്ല പറയാനുള്ളത്, ഇതിൻ്റെ അപ്പുറം പറയാണ്ട്. വക്കം മൗലവിയാണ് ഇവരെ തലതൊട്ടപ്പൻ. ആരുടെ ഞാൻ തന്നെ നോക്കി. 1 മിനിറ്റും കൂടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. 1932 വക്കം മൗലവി മരിക്കണത്. KM മൗലവിയുടെ ഏറ്റവും വലിയ നേതാവാണ് ആര്? വക്കം മൗലവി. അതായത് ഇസ്ലാമിക് മോഡേണിസം കേരളത്തിൽ കൊണ്ടുവന്നത് വക്കം മൗലവിയാണ്. മോഡേൺ സലഫിസം അതായത് പാൻ ഇസ്ലാമിസമാണ് എന്ത്? അഫ്ഗാനിയുടേത്. ഇസ്ലാമിക് മോഡേണിസമാണ് മുഹമ്മദ് അബ്ദയുടേത്. മോഡേൺ സലഫിസമാണ് റഷീദ് റിളയുടേത്. മനസ്സിലായോ? ഇന്നിപ്പം നമ്മളെ കുട്ടികൾ, പുതിയ കുട്ടികൾ പാൻ ഇസ്ലാമിസത്തിലേക്ക് കയറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് സുന്നിയാകാൻ കഴിയാത്തത്.